പിന്നെ ഈ സിനിമയിൽ കയറാൻ വേണ്ടി താങ്കൾ ഒരുപാട് ആളുകളുടെ ഡ്രൈവർ ആയിട്ട് പോയിട്ടുണ്ട് അല്ലേ? അതെ അതെ, പല ആ ഒരു അനുഭവം ഒന്ന് പറയാമോ? അത് പല ഡയറക്ടർമാരും നമുക്ക് ചാൻസ് തരാന്ന് പറഞ്ഞ് ചില ഞാൻ വണ്ടി ഓടിക്കാൻ പോകും, അപ്പൊ ഇങ്ങനെ സിനിമ ചെയ്തിട്ടുണ്ട്, സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ ആണോ ഉണ്ടാ എന്നാ ഒരു കാര്യം ചെയ്യേണ്ട, അടുത്ത പടത്ത് ചാൻസ് തരാന്ന് പറയും. അങ്ങനെ കുറച്ചാൾ അവരുടെ കൂടെ നിൽക്കും. അത് പല ഡയറക്ടർമാർക്കും തന്നെ അറിയാം. പേര് അടുത്ത് പറയാനുള്ള അവരുടെയൊക്കെ പേര് പറഞ്ഞാൽ മോശമുണ്ട്. കാര്യം വലിയ വലിയ ടീമുകളാണ്. നമ്മള് അത് അത്രയും വലിയൊരു കണക്ഷൻ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് സിനിമയ്ക്ക് എറിയുന്ന ആൾക്കാർ ചോദിക്കും. അവർ ആ സിനിമ ഇത് തുടങ്ങുമ്പോ നമ്മളെ പറയാ പിന്നെ ഫോൺ എടുക്കൂല, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് പറഞ്ഞത്, അവരുടെ കൂടെ അവര് അവളെ കിട്ടിക്കൊണ്ടിട്ടാണ്. ഈ പല സിനിമകൾ കാണിക്കാൻ ഈ പോലീസുകാരുടെ കോൺസ്റ്റബിൾമാരുണ്ടല്ലോ, കോൺസ്റ്റബിൾമാരുടെ വീട്ടിലേക്ക് മീൻ മേടിപ്പിക്കുക. അതെ 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 അതെ, ശരിയാ ശരിയാ ശരി. അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. കരിക്കൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് സിനിമയിൽ കയറാൻ വേണ്ടി ഒരുപാട് വലിയ ഡയറക്ടർമാര് കരിക്ക് മേടിച്ചോണ്ടുക, മദ്യം മേടിച്ചോണ്ടുക, അങ്ങനെ ഇപ്പോഴും ചെയ്യാറ്. പിന്നെ ഇപ്പോഴും ചെയ്തു കൊടുക്കാറുണ്ട്. ആ ഒരു സ്നേഹബന്ധം ഇപ്പൊ സിനിമയിൽ അവർക്ക് ഏറ്റവും എനിക്ക് മനസ്സിലായി. എന്നാലും പിന്നെ ആ ഒരു സ്നേഹബന്ധം നഷ്ടപ്പെടണ്ടെന്ന് വെച്ചിട്ട് ഇപ്പൊ കഴിഞ്ഞ വർഷം ഒരു ഡയറക്ടർ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്റർവ്യൂ ഒക്കെ ഞങ്ങൾക്ക് കൊള്ളിച്ചാണല്ലോ പറയണേന്ന് വെച്ചാൽ പറഞ്ഞു. ആരെ പേരൊന്നും എടുത്ത് പറയാനുള്ളല്ലോ എന്ന് പറഞ്ഞു. നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ച കാര്യങ്ങളല്ലേ പറയുന്നത്. ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ ഇപ്പൊ കരിക്ക് മേടിച്ചോണ്ട് വരും, അതൊക്കെ നമ്മൾ ചെയ്യണം എന്തുകൊണ്ടാ? സിനിമയിൽ അവരൊരു ചാൻസ് തരും, വിശ്വാസം കൊണ്ടാ. പക്ഷെ അവര് തുടങ്ങി കഴിയുമ്പോ അവര് വേറെ റോളാകും. പിന്നെ ഓഡിഷനിൽ അന്ന് ഈ പറയുന്ന പോലെ സന്തോഷ് വർക്കി, പെരേര അങ്ങനെയുള്ള ആളുകളായിട്ട് നിങ്ങൾക്ക് ബന്ധമില്ല? ഇല്ല ബന്ധമില്ല. അല്ല പെരേരിട്ടുണ്ട്, സോഷ്യൽ മീഡിയ സന്തോഷ് വർക്കി ആയിട്ടില്ല. അതായത് ഈ ഡ്രൈവറായിട്ട് പോണ സമയത്തൊക്കെ അല്ല ഫുൾ ഡ്രൈവർ അല്ലല്ലേ. ഞാനിവരെ ആവശ്യത്തിന് വിളിക്കുമ്പോ ചെല്ലും, സാധനങ്ങൾ മേടിച്ചു, മദ്യം മേടിച്ചുകൊണ്ടോന്ന് പറയും. വയർലാൻഡിന് ശേഷം അല്ല വയർലാൻഡില്ല, അതിന് മുമ്പ് വയർലാൻഡ് കണ്ടിട്ട് പിന്നെ അവർ ആ ഭാഗത്തേക്ക് അടിപ്പിച്ചിട്ടില്ല. എന്റെ ചില ഇന്റർവ്യൂ കണ്ടിട്ട് അവർക്ക് കൊണ്ടുവന്നു. എനിക്ക് തോന്നുന്നു ഇപ്പൊ അവരെ കാണുന്നതിനുള്ള ആൾക്കാർ ചിലപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരും. അതുകൊണ്ട് ഇപ്പൊ ആ പഴയ ആ ഒരു ഇപ്പൊ ഡയറക്ടർമാർ മറ്റൊരു ഇപ്പൊ എന്നെ വിളിക്കാറേ ഇല്ല. കാര്യം എന്താ വെച്ചാൽ ഞാൻ ഇപ്പൊ വൈറലായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ വർഷം സാർ വിളിച്ചിട്ട് പറഞ്ഞു, മക്കള് പറഞ്ഞു ഇപ്പൊ ഫോൺ എടുക്കുമ്പോ നിങ്ങൾ തന്നെയാണല്ലോ പറഞ്ഞു. ഞാൻ പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ പിടിച്ചിരിക്കണ സാറേ, സിനിമയിൽ അതിൽ അവസരം കിട്ടിയില്ല, അതിലിങ്ങനെ പിടിച്ചു നിൽക്കണം മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ അവരുടെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോ സിനിമ നഷ്ടപ്പെടാൻ സാധ്യത കിട്ടാന്ന് പറഞ്ഞു. ഞാൻ പറയും ഇനിയുള്ള ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ടു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ ഒരുപാട് അപകടങ്ങൾ ഉണ്ടായില്ല, ഇവരെ കൂടെ നിൽക്കുമ്പോ അപകടങ്ങൾ ഉണ്ടായല്ലോ. അപ്പൊ അതുകൊണ്ടിട്ട് ഞാൻ ഇനിയിപ്പോ സിനിമയിലേക്ക് നോക്കണ സാറേ എന്ന് പറയും. അവര് വിളിക്കുമ്പോ ചെല്ലും, അല്ലാതെ ഇനിയിപ്പോ ആരുടെയും കാലി താങ്ങി പോണെന്നില്ല. കുറെ താങ്ങി നടന്നതാ, അത് മതിയായെന്ന് പറഞ്ഞു. ഇപ്പൊ നിങ്ങളുടെ സോഷ്യൽ മീഡിയ നോക്കിയപ്പോ എന്താണ് നമ്മുടെ ഭയങ്കര വൈറലായ ഒരു താരാണ് ഹനാൻ എന്ന് പറഞ്ഞ ആളായിട്ട് എങ്ങനെയാണ് പരിചയം? ആളായിട്ട് 19 വയസ്സ് മുതൽ, ആളിന് 19 വയസ്സ്, എനിക്ക് 23 അത്ര വയസ്സുള്ളപ്പോ എവിടെ തമ്മനത്ത് മീൻ കച്ചവടം ചെയ്ത് അങ്ങനെ വണ്ടി ഓടിക്കാൻ പുതിയ വണ്ടി എടുത്തു കൊടുത്തായിരുന്നു, അതിനായിട്ട് സഹായിച്ച്. അങ്ങനെ വണ്ടി ഓടിക്കാനായിട്ട് പോയി. അങ്ങനെ പുള്ളിക്കാരത്തി കാർ എടുത്ത്. അപ്പൊ ഞാൻ അന്ന് ഡ്രൈവിംഗ് സ്കൂളിൽ ആശാന ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ ഞാൻ അന്ന് ആശാന വെളുപ്പിലത്തെ ക്ലാസ്സിന് പോകുമായിരുന്നു പഠിപ്പിക്കാൻ. പിന്നീട് പോവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പിള്ളേര് നമ്മൾ പറഞ്ഞ പോലെ കേട്ടില്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുമ്പോ തലക്കിട്ടടിക്കും. അങ്ങനെ ആ പിള്ളേരെ തലക്കിട്ടടിച്ചെന്നും പറഞ്ഞ് പുറത്താക്കിയതല്ലോ. അപ്പൊ അങ്ങനെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എനിക്ക്. പറഞ്ഞ കേട്ടില്ലെങ്കിൽ പിടിച്ച് ഞാൻ കാണിക്കും. ടീച്ചിങ് പറ്റൂല, എനിക്ക് പഠിപ്പിക്കൽ പറ്റില്ലെന്ന് എനിക്ക് അപ്പൊ മനസ്സിലായി. അപ്പൊ ഈ ഹനാനെ ഡ്രൈവിംഗ് പഠിപ്പിക്കാനായിട്ട് കയറി. അങ്ങനെ ഞങ്ങളൊരു 6-7 വർഷത്തെ പരിചയമുണ്ട്. നല്ല സുഹൃത്ത് ബന്ധം ഇപ്പോഴും വിളിക്കാറുണ്ട്. ഇല്ല ഞങ്ങള് നല്ല ഫ്രണ്ട്സ് ആണ്, അത്രേ ഉള്ളു. അല്ലാണ്ട് ഞങ്ങള് അതിൽ കൂടുതലൊന്നുമില്ല.